ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ഉടൻ പരിഹരിക്കണമെന്ന് പോർഫ. ഫറോക്ക് നഗരസഭയിൽ ജനവിരുദ്ധ നയങ്ങളെന്നാരോപിച്ച് LDF കൗൺസിലിന്റെ കാൽനട പ്രചരണ ജാഥ. കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ കലാ നിപുണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഭക്ഷണ ക്രമീകരണവും പോഷകാഹാര ബോധവൽക്കരണവും കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഡോക്ടർ NK മുഹമ്മദ് ബഷീർ. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി 23-നും 24-നും കുന്നമംഗലത്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമവും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ഉടൻ പരിഹരിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും പോർഫ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഞങ്ങൾ കേരളത്തിലുടനീളമുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിൽ MOU സൈൻ ചെയ്ത് പാവപ്പെട്ട രോഗികൾക്ക് കോർപ്പറേറ്റ് അംഗങ്ങൾക്ക് ചെലവ് ചുരുക്കി ട്രീറ്റ്മെൻറ്റ് സാധ്യമാക്കുന്നു. അതോടൊപ്പം രോഗികളെ ആശ്രയിച്ചിട്ട് കൂടാതെ ഞങ്ങളെ ബന്ധപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്കും പോർഫയിലൂടെ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുന്ന ആ ഇനത്തിൽ കേരളത്തിൻ്റെ ഉടനയിൽ നിന്നും പോർഫ കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായങ്ങൾ ചെയ്തിരുന്നു. വൃക്ക രോഗികളുടെയും വൃക്ക മാറ്റിവെച്ചവരുടെയും സംഘടനയാണ് പ്രതീക്ഷ ഓർഗൻ റെസിപ്പിയൻസ് ഫാമിലി അസോസിയേഷൻ എന്ന പോർഫ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ വിവിധ ആശുപത്രികൾക്ക് കോടികൾ കുടിശ്ശികയുള്ളതിനാൽ പല ആശുപത്രികളും ആയുഷ്മാൻ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നില്ലെന്നും ഇതുമൂലം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്തു വരുന്ന രോഗികൾ വലിയ പ്രയാസത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തണൽ ഉൾപ്പെടെയുള്ള സൗജന്യ ഡയാലിസിസ് സെന്ററുകളും ഇതുമൂലം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കാരുണ്യ ഫാർമസികളിലൂടെ തടസ്സം കൂടാതെ മരുന്നുകൾ വിതരണം ചെയ്യുക, വൃക്ക രോഗികൾക്കും മരുന്നും മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പോർഫ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ബഷീർ TT, ഷാജി പുതിയോട്ടിൽ, ഫാറൂഖ് KK, സുരേഷ് വെങ്കിടങ്ങ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് നഗരസഭയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് LDF കൗൺസിൽ. LDF കൗൺസിൽ നേതാക്കളുടെ നേതൃത്വത്തിൽ മേഖലാ പ്രചരണ ജാഥകൾ നടത്തി. ജാഥകൾ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും പര്യടനം നടത്തി. ഫറോക്ക് നഗരസഭയുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ LDF മുനിസിപ്പൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു. കോതാർത്തോട് നിന്നും C ഷിജുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പടിഞ്ഞാറൻ മേഖലാ ജാഥയും ഫറോക്ക് പേട്ടയിൽ നിന്നും U സുധർമ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കിഴക്കൻ മേഖലാ ജാഥയുമാണ് കല്ലമ്പാറ അങ്ങാടിയിൽ സമാപിച്ചത്. നഗരസഭയിലെ 38 ഡിവിഷനുകളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് ജാഥകൾ സമാപിച്ചത്. നഷ്ടപ്പെട്ട 4 വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ജാഥ. കല്ലമ്പാറയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ N രാജീവ് അധ്യക്ഷനായി. CPIM ഫറോക്ക് ഏരിയ സെക്രട്ടറി T രാധാഗോപി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയും ഭരണത്തിലെത്തുക എന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. അതിനെല്ലാറ്റിനെയും എതിർക്കുക എന്ന സമീപനം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്നു. ഭരണത്തിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാത്ത ലക്ഷ്യത്തോടു കൂടിയാണ് ലീഗും നിലപാട് സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലത്തെല്ലാം വ്യത്യസ്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് 1991 ഇവിടെ
കോലീബി സഖ്യം മത്സരിച്ചപ്പോ വടകരയിലും ബേപ്പൂരും അന്ന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ശിഹാബ് തങ്ങളായിരുന്നു. അന്ന് പോലും ഇത്തരം നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും ലീഗ് സഖ്യമുണ്ടാക്കുന്നു. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ഏകീകരണത്തിന് ശ്രമിക്കുകയാണ്. MA ബഷീർ, ഫിറോസ് ഖാൻ MP, KTA മജീദ്, ബഷീർ പാണ്ഡികശാല, ജാഥ ലീഡർമാരായ C ഷിജു, U സുധർമ്മ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ കലാ നിപുണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ചലച്ചിത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ് അവാർഡുകൾ നൽകുന്നത്. ഫെബ്രുവരി 5-ന് കൊച്ചിൻ ഹനീഫയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഹനീഫ മെമ്മോറിയൽ കലാ നിപുണ അവാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് നാരായണൻ നായർ, അന്തരിച്ച പ്രമുഖ നടൻ മാമുക്കോയ, PV ഗംഗാധരൻ രക്ഷാധികാരികളായും ചലച്ചിത്ര സംവിധായകൻ AK സത്താർ ഡയറക്ടറായും 2010 രൂപീകരിച്ച കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ സൊസൈറ്റി കേരള 14ാമത്തെ കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ കലാനിപുണ അവാർഡുകളാണിത്. 6 വിഭാഗത്തിലായി 31 പ്രമുഖരെയാണ് അവാർഡുകൾ അർഹരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ നടന്മാരായ സലീം കുമാർ, ഹരിശ്രീ അശോകൻ, പ്രേംകുമാർ, മല്ലിക സുകുമാരൻ, വിനോദ് കോഴിക്കോട്, ബാബു സാമി എന്നിവർക്കാണ്. ഏറ്റവും നല്ല സിനിമയായി ബ്രഹ്മയുഗത്തെയും മികച്ച സംവിധായകനായി രാഹുൽ സദാശിവത്തെയും തെരഞ്ഞെടുത്തു. മികച്ച യുവനായക നടനായി നസ്ലൻ K ഗഫൂർ, മികച്ച യുവനടിയായി അനശ്വര രാജൻ, മികച്ച സ്വഭാവ നടനായി സിദ്ധാർത്ഥ് ഭരതൻ, നടിയായി ദുർഗാകൃഷ്ണ, മികച്ച സ്വഭാവ നടനായി സജി സോമൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് ഡോക്ടർ അമൃതം റജി എന്നിവരും അർഹരായി. ഫെബ്രുവരി 5-ന് കോഴിക്കോട് SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകരായ സൊസൈറ്റി ഡയറക്ടർ AK സത്താർ, പ്രോഗ്രാം കൺവീനർ വിജയരാജൻ കുഴുങ്ങാഞ്ചേരി, പ്രോഗ്രാം കോർഡിനേറ്റർ പൂർണിമ മേനോൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കിണാശ്ശേരി സർവീസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനാചരണം നടത്തി. വളണ്ടിയർ പരിശീലനമാണ് ദിനാചരണത്തിൽ സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് പ്രവർത്തകർ നേതൃത്വം നൽകി. വർഷക്കാലത്തോളമായി സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ആശ്വാസം കിണാശ്ശേരി സർവീസസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് വളണ്ടിയർ പരിശീലന ക്ലാസ് നടത്തി. കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് ചെയർമാൻ അബ്ദുൽ മജീദ് നരിക്കുനി, മറിയാമ്മ ബാബു എന്നിവർ ക്ലാസ് എടുത്തു. നമ്മുടെ ജീവിതം എടുത്താൽ പോലെ ഈ 5 കാര്യങ്ങളിൽ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സമഗ്ര മേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് പാലിയേറ്റീവ് സാന്ത്വന പരിചരണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രദേശത്ത് മറ്റൊരു പദ്ധതി ഉണ്ടോ? അത് ഇതുണ്ടാവും, റിപ്പോർട്ടിലുണ്ടാവും, റെക്കോർഡിലുണ്ടാവും. പക്ഷെ അത് പ്രാവർത്തിക തലത്തിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിയല്ലേ? നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്, ഗണപരമായിട്ട് കാണുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ത് പദ്ധതി ആയിക്കോട്ടെ, ഒരു വീട് കാണാനുണ്ട്, ഒരു റോഡ് കാണാനുണ്ട്, ഇല്ലേ? അപ്പോൾ ആ റോഡിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു, അത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കാറില്ല. ഇതുപോലെയാണ്. പക്ഷെ പാലിയേറ്റീവ് പരിചരണം എന്ന് പറയുന്നത് നമ്മൾ ഗണത്തെക്കാൾ കൂടുതൽ, അതിൽ കാഴ്ചയിൽ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണപരമായ. ആശ്വാസം പ്രസിഡന്റ് K അബ്ദുൾ റഹീം അധ്യക്ഷനായിരുന്നു.
ആശ്വാസം സെക്രട്ടറി മോഹൻകുമാർ CV സ്വാഗതവും രാജൻ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി 23, 24 തീയതികളിൽ മുരിങ്ങാംപുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ക്ഷീരതാടകം എന്ന നാമധേയത്തിൽ തേക്കുംകുറ്റി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉദയഗിരി ഓഡിറ്റോറിയം മുരിങ്ങമുറയിൽ വെച്ച് നടക്കുക. അതിൻ്റെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ, 2 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടക്കുകയാണ്. നമ്മുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി ജെ ചിഞ്ചുറാണി, ബഹുമാനപ്പെട്ട സംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ്. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന് തേക്കുംകുറ്റി ക്ഷീരോത്പാദക സഹകരണ സംഘം ആതിഥേയത്വം വഹിക്കും. വിവിധ വിഭാഗങ്ങളിൽ ജില്ലയിൽ ഒന്നാമതെത്തിയ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും ആദരിക്കൽ, കന്നുകാലി പ്രദർശനം, ഡയറി എക്സിബിഷൻ, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല, ക്വിസ് മത്സരം, ക്ഷീരസംഘം ജീവനക്കാരുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വിവിധ കലാപരിപാടികൾ, ക്ഷീര കർഷക സെമിനാർ, അവാർഡ് ദാനം, കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. പരിപാടികളിൽ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ക്ഷീര കർഷകർ, ക്ഷീരസംഘം ജീവനക്കാർ, അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളന്നൂർ കുന്നത്ത് ശ്രീ അയ്യപ്പൻകാവിൽ ചെണ്ട അരങ്ങേറ്റം നടന്നു. PT റഹീം MLA ഉദ്ഘാടനം നിർവഹിച്ചു. 11 കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചു. മേളത്തിൽ പരിശീലനം നേടിയ 11 വിദ്യാർത്ഥികളാണ് ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ചടങ്ങിൽ പ്രഥമ വാദ്യകലാ പുരസ്കാരം PT റഹീം MLAയിൽ നിന്നും വിഷ്ണു ഒഡുംബ്ര ഏറ്റുവാങ്ങി. ശിവാനി കൃഷ്ണ, കലാമണ്ഡലം കൃഷ്ണ എന്നിവർ ഉപഹാരം സമർപ്പിച്ചു. ഇനിയുമേറെ ഉയരങ്ങൾ കീഴടക്കാൻ കുന്നത്ത് ശ്രീ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ ആശംസിക്കുകയാണ്. ഗിന്നസ് റെക്കോർഡിൽ പേര് വന്നത് മുതൽ ശ്രീ വിഷ്ണുവോട് കുറെ എനിക്ക് നല്ല പരിചയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് വാങ്ങിയപ്പോഴും അതിനുശേഷം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാനുള്ള സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. നിരവധി വിഷയങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റുള്ള ആളുകളെ കൂടി ഈ കല അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു ശ്രമത്തിലാണ് അദ്ദേഹമുള്ളത്. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് അരങ്ങേറിയ ആ കലാപ്രതിഭ ഇന്ന് എല്ലായിടങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ട് യുവതലമുറയെ കൂടി ഈ കല അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ശ്രീജ പുളക്കമണ്ണിൽ ലോഗോ പ്രകാശനം ചെയ്തു. ചടങ്ങിന് മാധവി അന്തർജനം തിരിതെളിയിച്ചു. പ്രസിഡന്റ് നെടോളി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സുബീഷ് മണ്ണാറത്ത്, വാടങ്കം പ്രീതി വാലത്തിൽ, രാരുമാഷ് തോക്കമണ്ണിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. NSS തെളിമ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ഫാറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS നോർത്ത് സോൺ റീജിയൻ കോർഡിനേറ്റർ S. ശ്രീജിത്ത് നിർവഹിച്ചു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പഠനത്തിൽ പ്രയാസമനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക പിന്തുണ ഉറപ്പുവരുത്തുന്ന തെളിമ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഫാറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS നോർത്തേൺ റീജിയണൽ കോർഡിനേറ്റർ S. ശ്രീജിത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ തയ്യാറാക്കിയ ഓഡിയോ നോട്ട്സ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പഠന വിഭവങ്ങളുടെ നിർമ്മാണവും ശേഖരണവും, പിയർ ഗ്രൂപ്പ് ലേണിംഗ്, പഠന പിന്തുണ ഉറപ്പുവരുത്തുക, അംഗനവാടിക്കും ബഡ് സ്കൂളിനും സ്നേഹ സമ്മാനങ്ങൾ കൈമാറൽ, പാലിയേറ്റീവ് യൂണിറ്റിന് പാലിയേറ്റീവ് ഉപകരണങ്ങൾ കൈമാറൽ, സംസ്ഥാന മത്സര വിജയികളെ അനുമോദിക്കൽ എന്നീ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. NSS ജില്ലാ കൺവീനർ MK ഫൈസൽ, ബേപ്പൂർ ക്ലസ്റ്റർ കൺവീനർ KV സന്തോഷ് കുമാർ, വാർഡ് കൗൺസിലർ C. അബ്ദുൽ ഹമീദ്, PTA പ്രസിഡന്റ് CP ഷാനവാസ്, അബ്ദുൽ നാസർ, അഷ്റഫ് അലി P, മുഹമ്മദ് ഷഫീഖ്, ഫെംനാസ് എന്നിവർ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ K. ഹാഷിം അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം ഓഫീസർ KC മുഹമ്മദ് സയ്യിദ് സ്വാഗതവും ആയിഷ സെഫിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്ഷണ ക്രമീകരണ പോഷകാഹാര ബോധവൽക്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഡോക്ടർ NK മുഹമ്മദ് ബഷീർ കോഴിക്കോട് പ്യുവർ ഹെൽത്ത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദി പ്യുവർ ഹെൽത്ത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ കല്ലായി റോഡിലെ മനോജ് ബിൽഡിംഗിൽ MVR ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ NK മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്യുവർ ഹെൽത്ത് ഡയറ്റ് ന്യൂട്രീഷൻ എന്ന പേര് തന്നെ സ്ഥാപനത്തിന് അന്വർത്ഥമാണെന്നും മനുഷ്യ ശരീരം ശുദ്ധമായ രസകൂടമാണെന്നും അതിൽ കലർപ്പ് കലരുക, പ്രവേശിക്കാൻ പാടില്ലാത്തത് പ്രവേശിക്കുക എന്നിവ വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പോഷകാഹാരങ്ങൾ ശരീരത്തിൽ ആവശ്യമായ അളവിൽ സമീകൃതമായി ലഭിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശുദ്ധമായ ജലം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചത്. അത് വെള്ളവും വായുവും നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ശുദ്ധമായ ഭക്ഷണം ലഭിക്കുക. ആവശ്യമായ ന്യൂട്രീഷൻ ആവശ്യമായ അളവ്, കൂടുതലാവാനും പാടില്ല, കുറവാകാനും പാടില്ല. വിവിധ ഇൻഗ്രീഡിയൻസ് അതിൻ്റെതായ പ്രൊപ്പോർഷനിൽ ഉണ്ടാവുക എന്നുള്ളതുമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതിന് ഈ സ്ഥാപനം സഹായിക്കും. ചെറുകിട കെട്ടിട ഉടമ രക്ഷാധികാരിയും MVR ക്യാൻസർ സെന്റർ സീനിയർ ഡയറക്ടറുമായ ഷവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. CC മനോജ്, റജിൻ KC, അഞ്ജു NP, M. ഉണ്ണികൃഷ്ണക്കുറുപ്പ്, രാജീവൻ K എന്നിവരും സംസാരിച്ചു. സർട്ടിഫൈഡ് ഡയറ്റീഷ്യനും ഫിറ്റ്നസ് ട്രെയിനറുമായ ഹനീഷ് N സ്വാഗതവും ലൈഫ് സ്റ്റൈൽ കോച്ച് K. ജിജിന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുനിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. വിവിധ ആചാര അനുഷ്ഠാന ചടങ്ങുകളും ദേവിയുടെ അനുഗ്രഹത്തിനായി കലംകരിയും അർപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതിയുടെ നിറഞ്ഞ ചൈതന്യത്തിൽ കുടികൊള്ളുന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട ബേപ്പൂർ കുനിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ക്ഷേത്രം തന്ത്രി സുകുമാർ ശാസ്ത്രിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്നു. ആചാര അനുഷ്ഠാന ചടങ്ങുകൾ 3 ദിവസങ്ങളിലായാണ് നടന്നത്. ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായ ഗണപതി ഹോമം, ദീപാരാധന, കാവുണർത്തൽ, സന്ധ്യാവേല എന്നിവയും നടന്നു. കുട്ടികളുടെ കലാപരിപാടികൾ ആകർഷകമായിരുന്നു. കലശം കരുമകൻ കാവിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി. പ്രസാദ ഊട്ടിന് ശേഷം വിവിധ മൂർത്തി വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും അരങ്ങേറി. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ കലംകരിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. പ്രസിഡന്റ് പ്രാസ് K, സെക്രട്ടറി E. ഷൈജു, ട്രഷറർ K. സജീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
100 വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ ഒരേ സമയം പ്രസിദ്ധീകരിക്കാനൊരുങ്ങുകയാണ് പന്തിരാങ്കാവിലെ ഓക്സ്ഫോർഡ് സ്കൂൾ. ജനുവരി 25-ന് കോഴിക്കോട് KLF വേദിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ 100 പുസ്തകങ്ങളുടെ പ്രകാശനം നൊബേൽ പ്രൈസ് ജേതാവ് എസ്തർ ഡെഫ്ലോ നിർവഹിക്കും. കുട്ടികളുടെ പുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിനോടനുബന്ധിച്ച് ജനുവരി 24, 25 തീയതികളിൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. KP രാമനുണ്ണി, MP ഹാഫിസ് മുഹമ്മദ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അഭിഷാദ് ഗുരുവായൂർ, ബാബു പറശ്ശേരി തുടങ്ങിയവർ സംബന്ധിക്കും. GS പ്രദീപിന്റെ മെഗാ ഷോയോടുകൂടി സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനസ്, സ്കൂൾ മാനേജർ ഷാജഹാൻ, ദീപിക സമിത്, തംഷീറ KP, ഫർസാന പർവീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സബീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂതിരി കാലഘട്ടത്തിലെ ചരിത്രമുറങ്ങുന്ന ഇടങ്ങളും സാംസ്കാരിക പൈതൃകവും അറിയുകയെന്ന ലക്ഷ്യവുമായാണ് സാമൂതിരിയുടെ സഞ്ചാരപഥം കോഴിക്കോടിന്റെ മഹത്തായ പൈതൃകം എന്ന ആശയവുമായി യാത്ര നടത്തിയത്. രാവിലെ തളി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നടത്തം പാളയം, മിഠായിത്തെരുവ്, കുറ്റിച്ചിറയിലെ ചരിത്രപ്രസിദ്ധമായ പള്ളികൾ, ഗുജറാത്തി തെരുവ്, വലിയങ്ങാടി ചന്ത തുടങ്ങിയ ഇടങ്ങളിലൂടെ കടന്ന് 1980 ഹോട്ടലിൽ സമാപിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സാംസ്കാരിക പൈതൃക വിദഗ്ധൻ ആർപോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രുതിൻ ലാലാണ് 3 കിലോമീറ്ററോളമുള്ള പൈതൃക നടത്തത്തിന് നേതൃത്വം നൽകിയത്. ഇൻഡിഗോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പീറ്റർ എൽബസ്, രോഹിണി ഭാട്ടിയ തുടങ്ങിയവരും പൗരപ്രമുഖരും പരിപാടിയുടെ ഭാഗമായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ഉടൻ പരിഹരിക്കണമെന്ന് പോർഫ. ഫറോക്ക് നഗരസഭയിൽ ജനവിരുദ്ധ നയങ്ങളെന്നാരോപിച്ച് LDF കൗൺസിലിന്റെ കാൽനട പ്രചരണ ജാഥ. കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ കലാ നിപുണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഭക്ഷണ ക്രമീകരണവും പോഷകാഹാര ബോധവൽക്കരണവും കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഡോക്ടർ NK മുഹമ്മദ് ബഷീർ. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ജനുവരി 23-നും 24-നും കുന്നമംഗലത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.